തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മാള മേഖലയിൽ നിരവധി കർഷകരും ജനങ്ങളും ആശ്രയിക്കുന്ന മാള ചാലിൽ ഉപ്പുവെള്ളം കയറിയെന്ന് കണ്ടെത്തൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പരിശോധനയിലാണ് ഉപ്പുവെള്ളം കയറിയതായി വ്യക്തമാക്കിയത്. താൽക്കാലികമായി തടയണകൾ നിർമ്മിക്കാൻ വൈകിയതും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അണുപ്രശ്നത്തിന് കാരണമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വേനൽക്കാലം ശക്തമാകുന്നതിനിടെ കർഷകർക്കും ജനങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മാള ചാലിലെ ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യം. ഇരിങ്ങാലക്കുട മാള മേഖലയിലെ ഏറ്റവും വലിയ ശുദ്ധജലാശയത്തിലൊന്നായ ചാലിൽ ഉപ്പുവെള്ളം കയറിയത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിനും കാരണമാകും. കാവനാട്, മാള ടൗൺ, ഗംഗാ തിയേറ്റർ പ്രദേശം, പൊയ്യ പഞ്ചായത്തിലെ 3-ാം വാർഡ് പ്രദേശം എന്നിങ്ങനെ ചാലിലെ പായലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കരിഞ്ഞുണങ്ങിയിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സാമ്പിൾ അയച്ച് പരിശോധനയും നടത്തി. ഇതിലാണ് ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായത്. നമ്മളെല്ലാവരും വിശ്വസിച്ചു ഒരു നവീകരണ പദ്ധതി വരുന്നുണ്ടെന്ന്. അത് വെറും ഒരു പേപ്പറായിരുന്നു, ഒരു കാര്യമില്ലാത്ത നടപ്പിലാവാത്തൊരു പദ്ധതിയായിരുന്നു പിന്നീടാണ് മനസ്സിലായത്. ഇപ്പോൾ ഈ തവണ ഉണ്ടായത് എന്താണ്? വീണ്ടും ആ തകർന്നു കിടക്കുന്ന സ്ലൂയിസിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടരുതെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും കത്ത് നൽകിയിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ കട്ടയും കല്ലുമിട്ട് കൊമ്പും കോലും എല്ലാം വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. ആ ഉപ്പ് കയറിയതിന് ശേഷമാണ് ഈ തവണ കെട്ടിയത്. പിന്നീട് ഇപ്പോഴും അതിൻ്റെ ഉള്ളിലൂടെയും ഉപ്പ് കയറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രീയമായ പരിശോധന നടത്തിയപ്പോൾ ഇവിടെ നിന്ന് ഈ സ്ലൂയിസ് കെട്ടിയതിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 100 മീറ്റർ മാറി നിൽക്കുന്ന ഭാഗത്ത് 20 PPT ഉപ്പാണ് ഈ വെള്ളത്തിൽ കാണുന്നത്. മാളയിലും പരിസര പ്രദേശങ്ങളിലും ഉപ്പുവെള്ള ഭീഷണി തടയുന്നതിന് സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഇത് അവഗണിച്ച് താൽക്കാലിക തടയണ നിർമ്മിക്കുക മാത്രമാണ് ഉണ്ടായത്. തടയണ നിർമ്മിക്കാൻ വൈകിയതും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുമാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ചാലിൽ ഉപ്പ് കയറിയതോടെ കാർഷിക മേഖലയ്ക്ക് മാത്രം ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇതിന് കാരണക്കാരനായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.